So good afternoon. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. ഹലോ, കേൾക്കാം സാർ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. So once again, good afternoon. So we'll continue with the tutorial on the isentropic flow. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടോ മൂന്നോ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. So today also we will see 2 or 3 numerical problems on isentropic flow. നാളെയും കൊണ്ട് നാളത്തെ ഒരു ട്യൂട്ടോറിയൽ സെഷൻ കൂടി കഴിഞ്ഞാൽ we will wind up the second module. So that on Friday we will start our third module. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം അങ്ങ് എഴുതിയെടുത്തോ നിങ്ങൾ. ഓൾറെഡി ഐ ഹാവ് ഷെയർഡ് ദ സ്ക്രീൻ. സോ യു ടേക്ക് ഡൗൺ ദി ഫസ്റ്റ് പ്രോബ്ലം. A certain diffuser has an area ratio 2:1. If the air enters the diffuser with a Mach number of 0.8, pressure of 0.5 meganewton per meter square, and a temperature of 60 degrees centigrade, compute the exit Mach number, exit velocity, exit temperature, and percentage change in the impulse function. Question എഴുതിയെടുത്തോളൂ. So after that we will solve it. So you have a diffuser with area ratio 2:1. അപ്പോൾ അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയോളൂ. If the air enters the diffuser with Mach number, അപ്പൊ ഇൻലെറ്റിലെ കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട്. What you want to determine is the exit conditions of the diffuser, also the change in the impulse function. Question എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം. So that we will solve the problem. I'll explain how to use the data book to solve this problem. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മേ ബി some people are absent. If you completed copying the question, then I will start. കഴിഞ്ഞെങ്കിൽ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ ചാറ്റ് വിൻഡോയിൽ അടിക്കണ്ട. ചാറ്റ് വിൻഡോയിൽ അടിച്ചാൽ ഞാൻ കാണത്തില്ല. ചാറ്റ് വിൻഡോ ഈ സ്ക്രീൻ ഷെയർഡ് ആണ്. ചാറ്റ് വിൻഡോ ആ മോഡിൽ നിങ്ങളുടെ ചാറ്റ് വിൻഡോ എനിക്ക് ആക്സസ് ഇല്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. ചാറ്റ് വിൻഡോയിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ മാത്രം ചാറ്റ് വിൻഡോ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കാണത്തില്ല അത്. ഇഫ് യു കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ ഐ വിൽ സ്റ്റാർട്ട്.
എഴുതി കഴിഞ്ഞോ? ഓക്കെ സാർ. ഹലോ, ഓക്കെ സാർ, എഴുതി കഴിഞ്ഞു. സാർ എഴുതി സാർ. എഴുതി കഴിഞ്ഞെങ്കിൽ പറയുക. അഭിജിത്ത് എഴുതി എഴുതി നമ്മൾ പറയുന്ന കേൾക്കുന്നില്ലയോ സാർ? എഴുതി സാറേ കഴിഞ്ഞു സാർ. അഭിജിത്ത് ഇസ് ആബ്സെന്റ്. ഓക്കെ. അജയ് അരവിന്ദ്. സാർ കഴിഞ്ഞു കഴിഞ്ഞു. സാറേ സംസാരിക്കുന്നുണ്ട് സാർ. സാറ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല സാറിന്. ഹലോ സാർ എഴുതി സാർ ടൈപ്പ് ചെയ്യാതെ ഞങ്ങൾ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല സാർ. സാർ എഴുതി സാർ. സാർ ഹലോ സാർ സാർ കേൾക്കുന്നുണ്ടോ? അടിച്ചുപോയി. ഹലോ സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സെറ്റിംഗ്സ് മാറ്റിയ. ഓക്കെ. ഇറ്റ് ഈസ് എന്റെ സൈഡിലായിരുന്നു കംപ്ലൈന്റ്. ഓക്കെ, ഐ റെക്ടിഫൈഡ് ഇറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. Okay. So let us solve this problem. So you have what you have is a diffuser with area ratio 2:1. Area ratio 2:1 എന്ന് പറഞ്ഞാൽ 2:1 ആണോ 1:2 ആണോ? എന്താ പറഞ്ഞേക്കുന്നത്? 2:1. 2:1 area ratio എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്താ മീനിങ് അത്? A1 by A2 equal to 2. So what do you mean? Oh, sir. A1 by A2 equal to 2. So what does it mean? What type of passage it is? Converging or diverging? Hello? Sir, converging. So you have a converging passage with inlet exit conditions. Inlet conditions fully defined. Inlet conditions 1 and 2. Let 1 and 2 be the inlet and exit. You have flow through the diffuser, and at the inlet of the diffuser you have Mach number equal to എത്രയാണ്? 0.8. 0.8 is the Mach number. Then pressure തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ടോ? പ്രഷർ എത്ര തന്നേക്കുന്നത്? What is the pressure value at the inlet? 0.5 meganewton per meter square. 0.5 meganewton per meter square. Okay, meter square. Pressure, temperature 60 degree. 60 degree centigrade temperature. Okay. വേറെ ഡാറ്റ എന്തെങ്കിലും ഉണ്ടോ ഇൻലെറ്റിലെ? ഉണ്ടോ? ഇല്ല. എക്സിറ്റിലെ പ്രഷർ കാണണം, ടെമ്പറേച്ചർ അറിയില്ല, എക്സിറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. No other data is given, and it is said that the fluid is air. So let us take the data for air as gamma as 1.4 and R value 287. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എയർ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ വാല്യൂ എടുത്ത് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഗാമ വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ വെച്ച് ചെയ്യാം. അതർവൈസ് if it is mentioned that the fluid is air and gamma value is not specified, you can always assume gamma as 1.4 and R as 287 joule per kilogram Kelvin. With the air and the property. So you for air you can write for air assuming gamma 1.4 and R 287 joule per kilogram Kelvin. Okay. അപ്പോൾ ഇനി
ഡാറ്റാ ബുക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ what is the non data given here to use the data book? ഇൻലെറ്റിലെ മാക് നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻലെറ്റിലെ മാക് നമ്പർ നമുക്ക് 0.8 തന്നിട്ടുണ്ടെങ്കിൽ now you can go to the gas isentropy flow table. You can refer the isentropy flow table for Mach number value 0.8. Note down the pressure ratio, temperature ratio. ഏതൊക്കെ ഡാറ്റയാണ് അവിടെ വേണ്ടത്? ഏരിയ റേഷ്യോ. ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. So you refer the data book. So from isentropic flow table, always remember to take the table for gamma as 1.4. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ആദ്യത്തെ ടേബിൾ അവിടെ ഗാമ 1.3യുടെ ടേബിൾ ഉണ്ട്, 1.4ന്റെ ടേബിൾ അത് കഴിഞ്ഞ് ലാസ്റ്റിലെ 1.67ന്റെ ടേബിൾ കാണും. In this case we have gamma value is 1.4. So take the isentropic flow table for gamma 1.4 at Mach number value m1 equal to 0.8. You read the values. ഏതൊക്കെയാണ് 0.8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്? ഏതൊക്കെ വരും? T1 by TO എന്ത് വരും? T1 by TO എന്ത് വരും? 0.8 corresponding to 0.8. 0.886. 0.886. Then P1 by PO 0.656. 0.656. The area ratio എടുക്കാം. A1 by A asterisk 1.038. 1.038 area ratio കിട്ടി. ഇതിന്ന് you can compute the reference values TO and PO. കാരണം ഐസെൻട്രോപിക് ഫ്ലോയിൽ stagnation conditions, pressure and temperature constant ആണ്. So the same data you can use for the exit. Exitലെ stagnation pressure value, temperature value അത് തന്നെ ആയിരിക്കും. ഇന്ന് റെഫറൻസ് ക്രിട്ടിക്കൽ കണ്ടീഷൻസ് കാണാം, എ ആസ്ട്രിക്കിന്റെ വാല്യൂ കാണാം. അപ്പോൾ നമുക്ക് ഇത്ര തന്നിട്ടുണ്ടെങ്കിൽ ഇനി തന്നിരിക്കുന്ന ഒരു ഡാറ്റ ഉണ്ട്, ഗിവൺ ഡാറ്റ യു ക്യാൻ യൂസ്. വാട്ട് ഈസ് ദ ഗിവൺ ഡാറ്റ? യു ഹാവ് ഗിവൺ ദാറ്റ് A1 by A2 equal to 2. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എക്സിറ്റിലെ ഏരിയ റേഷ്യോ കാണാം. അതിൽ നിന്നാണ് ഇനി ചെയ്യേണ്ടത് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് TO കാണാം. ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ യു ഫൈൻഡ് ഫസ്റ്റ് റേഷ്യോ, യു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് TO. Second, you find out what is PO. Third in ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ you can find out A2 by എങ്ങനെ കാണാൻ പറ്റും? ഈ A1 by A2 എന്ന് പറയുന്നത് you can write as A1 by A2 you can write as A1 by A asterisk divided by A2 by A asterisk. This is 2. അല്ലേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേയും ക്രിട്ടിക്കൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ അല്ല ന്യൂമറേറ്ററിലെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.0. ഇത് നമുക്ക് നോൺ ആണ്, ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എക്സിറ്റിലെ ഏരിയ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അവിടെ നിന്ന്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടതാണ് ആ ഡാറ്റ ബുക്കിൽ നിന്ന് ആ ഏരിയ റേഷ്യോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻസ്, ബാക്കിയുള്ള കണ്ടീഷൻസ് കാണുക. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ A2 by A asterisk എന്ത് വരും എന്ന് പറയും? So you have A2 by A asterisk equal to 2 into or 2 divided by 2 by 1.0. എത്രയായിരുന്നു? 1.018 അല്ലേ? അല്ലല്ലോ 38. ഓക്കെ, എത്ര വരുന്നത് ഏരിയ എക്സിറ്റ് ഏരിയ റേഷ്യോ? ടു ബൈ 1.038 എത്ര വരും? കാൽക്കുലേറ്റർ ഉള്ളവർ കുത്തി നോക്കൂ. എത്രയാ? 1.926. ചെയ്യേണ്ടത്. ഹലോ, ഓക്കെ,
ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നൗ യു അഗൈൻ യു റെഫർ ദ ഡാറ്റാ ബുക്ക്, യു റെഫർ ഐസോട്രോപിക് ടേബിൾ. For gamma 1.4, for area ratio A2 by A asterisk equal to ഈ വാല്യൂ 1.926, ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ. അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഡിഫ്യൂസർ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഏരിയ റേഷ്യോ വെച്ച് നമ്മൾ ഡാറ്റ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ ഫോർ യു വിൽ ബി ഗെറ്റിംഗ് 2 മാക് നമ്പർ വാല്യൂസ്, 1 സബ്സോണിക് ആൻഡ് 1 സൂപ്പർസോണിക്. ഇവിടെ ഏതാ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ട് ആ വാല്യൂ എടുക്കുക. ഡാറ്റ ബുക്കിൽ നോക്കുക, ഗാമ 1.4 കറസ്പോണ്ട് ആ ടേബിൾ എടുക്കുക, ഏരിയ റേഷ്യോ 1.926, M2, പിന്നെ ബാക്കിയുള്ളത് എടുക്കുക. ഏത് മാക് നമ്പർ എടുക്കണം? ഇൻലെറ്റ് മാക് നമ്പർ എന്താ? ഇൻലെറ്റ് കണ്ടീഷൻ എന്താ? What is the inlet condition here? Subsonic. Subsonic ആണ്, ഡിഫ്യൂസർ ആണ്. അപ്പൊ എന്ത് പറ്റും? വീണ്ടും വെലോസിറ്റി കുറയത്തേ ഉള്ളൂ. സബ്സോണിക് ഡിഫ്യൂസർ ആണ്. അപ്പൊ ഇൻലെറ്റിലെ 0.8 ആണ്, എക്സിറ്റിലെ വാല്യൂ അതിനെക്കാട്ടും കുറവായിരിക്കും. So you choose the subsonic value. 1.926 മാക് നമ്പർ ഏരിയ റേഷ്യോ വരുന്ന എവിടെ നോക്കുക. 1.926 എക്സാക്ട് ആ വാല്യൂ കിട്ടില്ല, എന്നാലും 0.32. എത്ര? 0.32. ഓക്കെ, 1.922 വരുന്നുണ്ട് അവിടെ. അപ്പോൾ അത് എടുക്കാം നമുക്ക്. സോ വിൽ ലെറ്റ് us take M2 as 0.32. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടി അവിടെ നിന്ന് എഴുതിക്കോളൂ. ഏതാ? പ്രഷർ റേഷ്യോ T2 by TO. T2 by TO എത്രയാ? T2 by TO 0.979 അല്ലേ? 979. Then P2 by PO. P2 by PO എത്ര വരും? 0.932. അതിലൊരു നേരത്തെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, ഇമ്പൾസ് ഫംഗ്ഷൻ ഡിഫറൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ F by F asterisk നേരത്തെ ഇൻലെറ്റിലെ വാല്യൂ ഇട്ട് കണ്ടേക്കണം കേട്ടോ. F2 by F asterisk equal to 1.614. So corresponding to the area ratio 1.926, we have located the മാക് നമ്പർ വാല്യൂ. വി ഹാവ് ഫൈൻഡ് ഔട്ട് ദ മാക് നമ്പർ M2 as 0.32. അപ്പൊ ഇത് സബ്സോണിക് ആണ്. വേണമെങ്കിൽ ഇവിടെ എഴുതിക്കോളൂ, നിങ്ങൾ ഈ 0.32 എഴുതിയതിന്റെ സൈഡിൽ വേണമെങ്കിൽ എഴുതിക്കോളൂ. ഇത് സബ്സോണിക് ഡിഫ്യൂസർ. സബ്സോണിക് ഡിഫ്യൂസർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, പറഞ്ഞിട്ടുണ്ട്. So that we have taken the subsonic value for area Mach number value. Now we can find out the exit Mach number. For exit T2 equal to calculate here, P2 calculate here, F2 calculate here. Previously നമ്മൾ കണ്ടിട്ടില്ല, അതുകൂടി കണ്ടോളൂ നിങ്ങൾ. 0.8ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പൾസ് ഫംഗ്ഷൻ റേഷ്യോ F1 by F asterisk വാല്യൂ കൂടി കാണുക. Now you obtain all the exit conditions. Velocity C2 കാണണമെങ്കിൽ M2 into A2 or M2 into root gamma RT2 ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിറ്റ് വെലോസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ. Then impulse function difference is change in impulse function. Change in impulse function equal to F2 minus F1. അതുകൂടി കാണുക. അത് കാൽക്കുലേറ്റ് ചെയ്യുക. ചെയ്തിട്ട് കിട്ടിയെങ്കിൽ പറയുക. എത്ര കിട്ടി വാല്യൂ എന്നുള്ള ടെമ്പറേച്ചർ വല്ലതും കിട്ടിയോ? ഇവിടെ ചെയ്തിട്ടുണ്ട്, ആൻസർ ഇവിടെ കാണും. 0.29 ആണ് അവർ എടുത്തേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ.
ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഏരിയ റേഷ്യോ എടുത്തേക്കുന്നത് A2/A1 ആയിട്ട് എടുത്തേക്കുന്നത്. ദാറ്റ് ഇസ് വൈ ദ ആൻസർ ഇസ് ഡിഫറൻറ്റ്, സംവാട്ട് ഡിഫറൻറ്റ്. ഏരിയ റേഷ്യോ 2:1 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വി ഹാവ് ടു ടേക്ക് ദാറ്റ് A2/A1. സോറി, എക്സിറ്റിലെ ഏരിയ ആണ് A2/A1 ആയിട്ട് എടുത്തേക്കുന്നത്. സോ ദാറ്റ് കറക്ഷൻ യു ക്യാൻ മേക്ക് ദ. അപ്പൊ ചെറിയ വ്യത്യാസം വരും. A2/A1 ആവുമ്പോൾ A2/A will be 2.076. You correct it. Area ratio 2:1. So that M2 value 0.29 will be getting. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ പറഞ്ഞ അതേ രീതിയിലാണ്. പെർസെൻറ്റേജ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ദേ ഹാവ് ടേക്കൺ ദി F2 - F1/F1. ഓക്കെ, ആ കറക്ഷൻ ഒന്ന് വരുത്തി അവിടെ. ഏരിയ റേഷ്യോ A2/A1 ആണ്, നോട്ട് A1/A2. A2/A1 is A2/A1 ആണ് 2 ആയിട്ട് എടുക്കേണ്ടത്. What we have done is 2 divided by 1. അതുകൊണ്ട് ഈ വാല്യൂ 1.926 ആണ് വന്നേക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി 2.076. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് അത് എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഡിഫ്യൂസർ ആണ്. സബ്സോണിക് ഡിഫ്യൂസർ ആകുമ്പോൾ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി നമ്മൾ നോട്ട് ചെയ്യുക. നമ്മൾ ആ നേരത്തെ ഷേപ്പും മാക് നമ്പറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ ദ സബ്സോണിക് ഡിഫ്യൂസ് കൺവേർജിങ് എന്ന് പറയുന്നത് എപ്പോഴും നോസിലാണ്. കൺവേർജിങ് ഡക്ട് എന്ന് പറയുന്നത് നോസിലാണ്. സബ്സോണിക് ഫ്ലോ ആണ്. കൺവേർജിങ് ഡക്ട് ആണെങ്കിൽ അത് നോസിലാണ്, നോട്ട് ദ ഡിഫ്യൂസർ. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതിലുണ്ട്. യു കറക്റ്റ് ഇറ്റ്. ഇറ്റ്സ് എ ഡൈവേർജിങ് പാസേജ്, നോട്ട് ദി കൺവേർജിങ് വൺ. നമ്മൾ ആ ഫിഗർ വരച്ചതിൻ്റെ അകത്ത് ഈ ഫിഗർ മിസ്റ്റേക്ക് ആണ്. ഇറ്റ്സ് എ ഡൈവേർജിങ് പാസേജ് ആക്ച്വലി. So this is condition 1 and this is condition 2. Subsonic diffuser വരുമ്പോൾ. So this is A2/A1. ബാക്കിയെല്ലാം കറക്റ്റ്. ഇതിൽ ഈ പറഞ്ഞ പോലെ 2 into it should be this is 2 into 1.038. So it is 2.076. So this is wrong. 2.076 you have to make. So Mach number value 2.076 ഇതിനെക്കാട്ടും ചെറുതായിരിക്കും വാല്യൂ. That value is 0.29. Sorry. ഡാറ്റ ഒന്നുകൂടെ നോക്കി എഴുതുക. ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും. ഹലോ, സർ 345 കെൽവിൻ ടെമ്പറേച്ചർ ആണോ? 345 T2 അല്ലേ? അതെ. 345. ഓക്കെ, 345 കെൽവിൻ. T2 പ്രഷറാ 0.71. 0.71. ഇത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തല്ലേ? ആണോ? മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ F2 ചെയ്തില്ല. F2 F1 ചെയ്യണേ. കാരണം F1 നമ്മൾ നേരത്തെ റേഷ്യോ എടുത്തില്ലായിരുന്നു, അത് എടുക്കുക. ഈ റേഷ്യോസ് ചെറുതായിട്ട് മാറും ഇപ്പം.
സബ്സോണിക് ഡിഫ്യൂസർ ആണെന്നുള്ളത് പെട്ടെന്ന് വരച്ചത് തെറ്റിപ്പോയി ഞാൻ. So T2 by T naught value for 0.29 it is 0.983. 983 and T2 by 0.943. And this ratio is 1.745. So F2 കാണുക. The impulse function change this divided by F1. Percentage ആണെങ്കിൽ divided by F1 into 100 എടുക്കുക. Percentage change. If you want to calculate percentage change. F2 minus F1 by F1 into 100. Okay. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ അതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് കാണുന്നത്. So now, so you will be getting 71.41% of the change. അടുത്ത ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോളൂ. Air is discharged from a reservoir at P0 6.91 bar and T0 325 degrees centigrade through a nozzle to an exit pressure of 0.98 bar. If the flow is 3,600 kilogram per hour, determine for isentropic flow, throughout pressure and velocity, exit area, Mach number, and the maximum velocity. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പറയൂ. കഴിഞ്ഞോ? It's over. കഴിഞ്ഞു സാർ, കഴിഞ്ഞു. Okay. So here you have a nozzle with the exit pressure as 0.98 bar. ആ നോസിലോട്ട് ഇൻലെറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് ആണ്. സോ യു ഹാവ് എ നോസിൽ ഹിയർ ആൻഡ് ടു ദ നോസിൽ എയർ ഈസ് സപ്ലൈഡ് ഫ്രം എ റിസർവയർ. സോ യു ഹാവ് എ റിസർവയർ. The temperature and pressure values are given. P0 6.91 bar and T0 എത്രയാണ്? 325 ഡിഗ്രി. 325 ഡിഗ്രി സെന്റിഗ്രേഡ് ഇതിന്റെ അകത്തെ പ്രഷറാണ്. എക്സിറ്റിലെ പ്രഷർ, ലെറ്റ് us say exit condition 2, inlet conditions, let this be 1, and the flow is isentropic. So in between 1 and 2 you have isentropic flow.
isentropic flow. Again, gamma തന്നിട്ടില്ല, air ആണ്. So you can assume gamma as 1.4 and R as 287. വേറെ ഏതെങ്കിലും ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ പറയും, സ്പെസിഫൈ ചെയ്യും. എയർ നോർമലി നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കുന്നതാണ്. സോ ഗാമ ഈസ് നോൺ, ഗാമ 1.4 ആൻഡ് ആർ വാല്യൂ 287. അപ്പോൾ ഇവിടെ എക്സിറ്റ് ത്രോട്ടിലെ പ്രഷർ, അതായത് ക്രിട്ടിക്കൽ ഏരിയ, ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി കാണണം. എക്സിറ്റിലെ കണ്ടീഷൻസ് കാണണം. Then also you need to find out the maximum flow rate. Maximum velocity. Flow rate തന്നിട്ടുണ്ട് 3600 തന്നിട്ടുണ്ട്. എക്സിറ്റിലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. എക്സിറ്റിലെ മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? So you can now mass flow rate ന്റെ ഇക്വേഷൻ അതാണ്. Mass flow rate is rho into A into C. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഡാറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആദ്യമേ തന്നെ ഡാറ്റ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇൻലെറ്റിലെ കണ്ടീഷൻസ് ഒന്നും അറിയില്ല. ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് ആണ്. എക്സിറ്റിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? എക്സിറ്റിലെ പ്രഷർ തന്നിട്ടുണ്ട്. എക്സിറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് റിസർവയർ കണ്ടീഷൻ ആണ്. കാരണം സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് എല്ലായിടത്തും സെയിം ആണ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എക്സിറ്റ് പ്രഷർ റേഷ്യോ. ആ പ്രഷർ റേഷ്യോ യൂസ് ചെയ്തിട്ട് ഡാറ്റ ബുക്കിൽ നിന്ന് എക്സിറ്റ് കണ്ടീഷൻസ്, മാക് നമ്പറും കാര്യങ്ങളും ലൊക്കേറ്റ് ചെയ്യാം. സോ യു ക്യാൻ നൗ റെഫർ ദ ഡാറ്റ ബുക്ക് ഫോർ ദി ഗിവൺ ഇൻലെറ്റ് കണ്ടീഷൻ, ഫോർ ഗിവൺ എക്സിറ്റ് കണ്ടീഷൻ. അപ്പോൾ ഡാറ്റ ബുക്ക് എടുക്കുക. സോ യു ഹാവ് അറ്റ് ദ എക്സിറ്റ് P2 by PO 0.98 by ഇൻലെറ്റ് എത്രയാണ്? 6.91 ആണ് പ്രഷർ. ഓക്കെ, ഇറ്റ് ഈസ് by 6.91. ഇപ്പോൾ ഡാറ്റ ബുക്ക് എന്ന ഈ പ്രഷർ റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പറും മറ്റ് റേഷ്യോയിൽ കാണുക. എത്ര വരും? 0.98 by 6. രണ്ടും ഒരു യൂണിറ്റ് ആണെന്ന് നോക്കുക. 0.98 ബാറും 6.91 ബാർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, അല്ലേ? ഹലോ, അപ്പൊ റേഷ്യോ എത്ര വരും? അത് 0.98 by 6.91. ഒരേ യൂണിറ്റിലാക്കിയിട്ട് റേഷ്യോ എടുക്കുക. 0.142. ഈ 0.142 പ്രഷർ റേഷ്യോ വരുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കുക, മാക് നമ്പർ നോക്കുക. സോ ഫ്രം ദി ഡാറ്റ ബുക്ക്, ഫ്രം ദി ടേബിൾ, ഐസെൻട്രോപിക് ടേബിൾ, let us say gamma value 1.4 for air at P2 by PO equal to 0.142. റിസർവയർ കണ്ടീഷൻസ്, ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് ആണ്. ആ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് ത്രൂ ഔട്ട് ഐസെൻട്രോപിക് ഫ്ലോ ഈസ് ദ സെയിം. അപ്പൊ വേറെ ഏതൊരു പോയിന്റിലെ, വേറെ ഏതൊരു സെക്ഷനിലെയും സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻലെറ്റ് കണ്ടീഷൻ, റിസർവ് കണ്ടീഷൻ ആണ്, അത് തന്നെ ആയിരിക്കും. അപ്പൊ PO TO വാല്യൂ തന്നിരിക്കുന്ന ഇൻലെറ്റിലെ റിസർവയർ കണ്ടീഷൻസ് ആണ്. സോ P2 by PO 0.142 കറസ്പോണ്ടിങ് ആയിട്ട് M2, T2 by TO ഏതൊക്കെ വേണോ വേറെ അതുകൂടി കാണുക. ഏരിയ റേഷ്യോ കാണാം, A2 by A asterisk. M2 എത്ര കിട്ടും? 0.142 പ്രഷർ റേഷ്യോ. $1.93. Okay.
1.93, then T2 by T naught 0.573. 0.573. Then area ratio 1.593. ആണോ? ഏരിയ റേഷ്യോ. ഓക്കെ. അപ്പൊ ഇവിടെ എക്സിറ്റ് മാക് നമ്പർ 1.93 ആണ്. സോ നൗ വി ഫൈൻഡ് ഔട്ട് ദി എക്സിറ്റ് ഏരിയ. എക്സിറ്റ് ഏരിയ അങ്ങനെ കാണാൻ പറ്റും. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട് എന്താണ്? റോ 2 A2 C2. ഇതിൽ T2 കാണാം. ഇവിടുന്ന് T2 കാൽക്കുലേറ്റ് ചെയ്യാം. A2 ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എം ഡോട്ട് ഈസ് 3600 കിലോഗ്രാം പെർ അവർ ആണ് അല്ലേ? അപ്പോൾ പെർ സെക്കൻഡ് വരുമ്പോൾ എത്ര വരും? അത് 1 കിലോഗ്രാം പെർ സെക്കൻഡ് വരും. സോ 1 ഈക്വൽ ടു റോ 2 ഈസ് P2 by R2 RT2 equal into A2 into C2. C2 is M2 into root gamma RT2. This into M2 into root gamma RT2. So you find out the exit area. എക്സിറ്റ് ഏരിയ മാത്രമേ ഉള്ളൂ അവിടെ അൺനോൺ ആയിട്ട്. എക്സിറ്റ് ഏരിയ എത്ര കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിറ്റ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ റേഷ്യോ എന്ന് ക്രിട്ടിക്കൽ ഏരിയ കാണാം. ത്രോട്ടിലെ പ്രഷർ കാണാം. ത്രോട്ടിലെ ഏരിയ കാണാം. സോറി. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾ കൺവെർജന്റ് പാസേജാണ് കാണിച്ചത്. ആക്ച്വലി പാസേജിന്റെ ഷേപ്പ് എന്താണ് ഇവിടെ? എക്സിറ്റിലെ മാക് നമ്പർ 1.93 ആണ് കിട്ടിയേക്കുന്നത്. ഇൻലെറ്റിലെ മാക് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. കാരണം സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് ആണ് ഇൻലെറ്റിലെ. വെലോസിറ്റി റിസർവെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ 0 വെലോസിറ്റി. ദാറ്റ് മീൻസ് മാക് നമ്പർ 0. എക്സിറ്റിലെ മാക് നമ്പർ 1.93 എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ ഷേപ്പ് ഓഫ് ദ ഡക്ക് ദെൻ? കൺവെർജിംഗ് ആണോ ഡൈവർജിംഗ് ആണോ? കൺവെർജിംഗ് ഡൈവർജിംഗ് ആയിരിക്കണം. Converging. So the actual shape of the duct should be like this. With the inlet, at the inlet you are having reservoir conditions PO, TO. But throttle conditions, this is throat critical section. So this is your 2. But we exit conditions define exit area calculate you. So A2 1 equal to P2 എന്ന് പറയുന്നത് 0.98 into 10⁵ divided by R 287 into T2 എത്രയാ? എക്സിറ്റ് ടെമ്പറേച്ചർ എത്ര കിട്ടും? 342.65 Kelvin. 342.6. This into A2 into C2. M2 is 1.93 into root gamma RT 1.4 into 287 into 342.5. Within the area calculate here. A2. നേരത്തെ ഒരു ഏരിയ റേഷ്യോ A2 by asterisk വാല്യൂ അറിയാം. അവിടെ നിന്ന് A asterisk വാല്യൂ കാണുക. സോ ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ഏരിയ. ത്രോട്ടിൽ ഏരിയ ആണ്. ഇനി അത് വെച്ച് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? അവിടെ ത്രോട്ട് ഏരിയ, പ്രഷർ, വെലോസിറ്റി വരെ. എക്സിറ്റ് ഏരിയ കണ്ടു, എക്സിറ്റ് മാക് നമ്പർ കണ്ടു, മാക്സിമം വെലോസിറ്റി കാണാം. ത്രോട്ട് ഏരിയ ഇപ്പൊ കണ്ടു, ഇവിടെ നിന്ന് കാണാം. ത്രോട്ടിലെ പ്രഷർ കാണാനായിട്ട് എങ്ങനെ കാണാം? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദി പ്രഷർ ഓഫ് ദി ത്രോട്ട്? ത്രോട്ടിലെ മാക് നമ്പർ വാല്യൂ എന്തായിരിക്കണം? 1. സോ M equal to 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ബുക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഷ്യോ, പ്രഷർ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ
അവിടുത്തെ ടെമ്പറേച്ചർ, ത്രോട്ടിലെ പ്രഷറും ത്രോട്ടിലെ ടെമ്പറേച്ചറും കിട്ടും, ത്രോട്ടിലെ വെലോസിറ്റിയും കിട്ടും. So that you can do. A2 എത്ര കിട്ടി? A2 കിട്ടിയോ? A2 1.4 into 10 raised to minus 3 meters square. നിങ്ങൾ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങളത്. Now from at MB equal to 1 throttle at thought Mach number equal to 1. So from data book, M equal to 1 T asterisk by TO. T asterisk by TO. അതേ ടേബിളിൽ നിന്ന് എടുക്കുക. അപ്പോൾ പി ഒ ടി ഒ ഓൾറെഡി സെയിം ആണ്, വേറെ അല്ല. ഏത് പോയിന്റിലെയും സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് സെയിം ആണ്, മാറുന്നില്ല. ഐസെൻട്രോപിക് കണ്ടീഷൻ, ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷറിനും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും മാറുന്നില്ല. ഇവിടെ നിന്ന് ടി ആസ്ട്രിക് കാണുക, ഇവിടെ നിന്ന് പി ആസ്ട്രിക് കാണുക. ടി ആസ്ട്രിക് കിട്ടിക്കഴിഞ്ഞാൽ ത്രോട്ടിലെ വെലോസിറ്റി കാണാം. എങ്ങനെ? റൂട്ട് ഗാമ ടി ആസ്ട്രിക്. So at m equal to 1, Mach number equal to 1, you have temperature ratio point എത്രയാ? 834. Pressure ratio 0.528. So you have temperature, ത്രോട്ടിലെ ടെമ്പറേച്ചർ ടി ആസ്ട്രിക് ഈക്വൽ ടു എന്തായിരിക്കും? 0.834 into T naught. 0.834 into T naught. T naught എത്രയായിരുന്നു? into T naught. അത്ര ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. So P asterisk is 0.528 into P naught. Then what you need is throat velocity C asterisk, which is same as A asterisk, which will be root gamma r T asterisk. So calculate ചെയ്യുക. ഒരു കാര്യം കൂടി അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം വെലോസിറ്റി. അത് നിങ്ങൾക്ക് അറിയാം, റിലേഷൻ അറിയാം. മാക്സിമം വെലോസിറ്റിയും ക്രിട്ടിക്കൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം നിങ്ങൾക്ക്. അപ്ലൈ ദാറ്റ് റിലേഷൻ. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? കാൽക്കുലേറ്റ്. സോ ദ സി മാക്സ് ഈസ്, നമ്മുടെ എനർജി ഇക്വേഷൻ എടുത്താൽ മതി. 1/C max സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു? A0 സ്ക്വയർ ബൈ ഗാമ മൈനസ് 1. ഇതിൽ നിന്ന് റിലേഷൻ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കുക, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് റിലേഷൻ. ഇത് സി മാക്സ് ആണ് കാണേണ്ടത്. ഹാഫ് സി മാക്സ് സ്ക്വയർ ഈക്വൽ ടു A0 സ്ക്വയർ ബൈ A0 സ്ക്വയർ ബൈ ഗാമ മൈനസ് 1. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നത്, ഡാറ്റാ ബുക്ക് യൂസ് ചെയ്യുന്നത് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ലെറ്റ് us stop here. സ്ലൈഡിൽ ഒരു പ്രോബ്ലം കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയുക, വി വിൽ സോൾവ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ്. അപ്പോൾ നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആക്കി 2 പ്രോബ്ലം നാളെയും കൂടി ചെയ്യാം. വിത്ത് ദാറ്റ് വി വിൽ എൻഡ് ദ മൊഡ്യൂൾ 2. വേറെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതർവൈസ് വിൽ സി അഗെയിൻ ഓൺ ടുമാറോ. നാളെ 9:30-9:30 ക്ലാസ്. നാളെ തേഴ്സ്ഡേ അല്ലേ? നാളെ 9:30 സോ വിൽ സി ടുമാറോ ദെൻ. ഓക്കെ, താങ്ക് യു. Thank you, sir.